ഹായ്, എൻ്റെ പേര് സഞ്ജു എന്നാണ്. ഞാൻ ത്രിലോകിൻ്റെ അച്ഛനാണ്. മെയ് 7-ാം തീയതിയായിരുന്നു എൻ്റെ മകൻ്റെ ജനനം. ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു നിമിഷമായിരുന്നു എനിക്കത്. 13 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കുണ്ടായ ആദ്യത്തെ കൺമണി. ഡെലിവറി കഴിഞ്ഞു. എൻ ഐസിലാണ് കുഞ്ഞ്. ഏകദേശം ഒരു മാസത്തിന് മേലെ കുഞ്ഞ് എൻ ഐസിലുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ എൻ ഐ സി ടീം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എന്താ പറയുക, എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ അവർ കെയർ ചെയ്തു. അപ്പോൾ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇരിക്കുകയാണ് അവൻ. പിന്നെ എൻ ഐ സി ടീമിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ നല്ലൊരു എൻ ഐ സി ടീമായിരുന്നു നമുക്കുള്ളത്. എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളടുത്ത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഒന്നിനും ഒരു മടി അവർക്കുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ആനിവേഴ്സറിക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യലി നമ്മുടെ ഡോക്ടർ ഷിബ്ലി സാറിനും പിന്നെ ലാവണി ഡോക്ടർ, പിന്നെ എൻ ഐ സി ടീമിലെ എല്ലാ പേർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്നുമില്ല, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ടോ നന്ദി എന്നൊരു വാക്കുകൾ കൊണ്ടോ പറഞ്ഞാൽ തീരാവുന്നതല്ല. ഡോക്ടർ ഷിബ്ലി ഡോക്ടറിനോടും അതുപോലെ തന്നെ എൻ ഇ സി യൂണിറ്റിനോടും എൻ ഇ സിയിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും അമ്മമാരായ സിസ്റ്റർമാരോടും പറഞ്ഞാൽ തീരാത്ത കടപ്പാടും സ്നേഹവും എന്നും ഉണ്ടാകും. അതുപോലെ തന്നെ എന്നെ കൺസൾട്ട് ചെയ്ത മറ്റേ ഹോസ്പിറ്റലിലെ തന്നെ സാം ഡോക്ടറും സന്ധ്യ മേഡവും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും സ്നേഹം നിറഞ്ഞ നന്ദി. ഇതാണ് എൻ്റെ ആ ചുന്ദരി വാവകൾ സൈഫ. ഹായ്, ഞാൻ ഷബീർ, തിരുവനന്തപുരം കണിയാപുരം സ്വദേശിയാണ്, പ്രവാസിയാണ്. വൈഫിൻ്റെ പേര് ഷെറീന, മകൻ്റെ പേര് മഹസാൻ ആരിഖ്. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മഹസാൻ ആരിഖ് നമുക്ക് കിട്ടിയത്. സാം ഡോക്ടറിൻ്റെ ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയ കുഞ്ഞാണ് മഹസാൻ ആരിഖ്. കഴിഞ്ഞ മെയ് 4-ാം തീയതി, കഴിഞ്ഞ ഈ വർഷം മെയ് 4-ാം തീയതി എനിക്കൊരു കോള് വരുന്നു. 7 മാസം മാത്രം പ്രഗ്നൻ്റായ എൻ്റെ വൈഫ് എമർജൻസി സിസേറിയന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെന്ന് വരുന്നു. ഞാൻ രാവിലെ മെയ് 5-ന് നാട്ടിലെത്തുന്നു. ഞാൻ വരുമ്പോൾ കാണുന്നത് ക്രിട്ടിക്കലായ വൈഫിനെയും 900 ഗ്രാം മാത്രമുള്ള എൻ്റെ മകനെയാണ്. ലൈഫിൽ ആദ്യമായാണ് എൻ ഐ സി യൂണിറ്റും ഇൻക്യുബേറ്ററും എല്ലാം കാണുന്നത്. അന്ന് തന്നെ ഷിബിലി റഹ്മാൻ ഡോക്ടറുമായി സംസാരിച്ചു. ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഡോക്ടർ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് ആ മോനെ വേണം. 7 കൊല്ലത്തിന് ശേഷം എനിക്ക് കിട്ടിയതാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, കൂടെ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു ഉണ്ടാവും. ഞാൻ ലീവിന് നാട്ടിൽ വന്നതാണ്, ഞാൻ വീട്ടിൽ പോകില്ല, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടെ നിന്നു. ഏകദേശം 23 ദിവസം 24 ദിവസം മോൻ ഇൻക്യുബേറ്ററിലായിരുന്നു. അതുവരെ കൂടെ തന്നെ നിന്നു. ഒരുപാട് സന്തോഷം. വീട്ടിൽ ഫാദറും മദറും ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ ക്ലീനിങ് ചേച്ചിമാർ മുതൽ നഴ്സുമാരായാലും ഡോക്ടേഴ്സായാലും കോർഡിനേറ്ററായാലും എല്ലാവരും ഒരു പ്രത്യേക സന്തോഷവും. അവിടെ തന്നെ ഞാൻ നിന്നു. അങ്ങനെ നമുക്കൊരു മോനെ കിട്ടി. നന്ദി പറയാൻ പറ്റില്ല. നന്ദി എന്ന് പറയുന്നൊരു ഫോർമാലിറ്റി വേർഡ് മാത്രമാവും. അതിനേക്കാളും എന്തൊക്കെയോ വലുതാണ് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലും എൻ ഐ സി യൂണിറ്റും ഡോക്ടേഴ്സും എല്ലാവരും. ഒരുപാട് സന്തോഷം. ഹായ്, എൻ്റെ പേര് വൃന്ദ.
ഹസ്ബൻഡിൻ്റെ പേര് വൈശാഖ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. എനിക്കൊരു മോളാണിപ്പോൾ ഉള്ളത്. 5 മാസം പ്രായമായവൾക്ക്. വാമിക എന്നാണ് അവളുടെ പേര്. ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടെ വന്നതിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആയി 2023 ജൂണിലാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത്. ഫെബ്രുവരി 8 ആയപ്പോഴത്തേനും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. പെട്ടെന്ന് സുഖമില്ലാണ്ടായി. ഫ്ലൂയിഡ് ലീക്കായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ തന്നെ 2-3 മണിക്കൂറിനകത്ത് എൻ്റെ ഡെലിവറി കഴിഞ്ഞു. കുഞ്ഞ് NICUലായിരുന്നു. NICUയിൽ കൊണ്ടുപോയപ്പോൾ നമ്മൾ കുറച്ച് പേടിച്ചു. കാരണം NICUയിൽ കൊണ്ടുപോകുന്നത് സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെയാണെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വിഷമിച്ചപ്പോഴൊക്കെ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒരുപാട് സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, കുട്ടി ഓക്കെയാണ്. എന്നെ അതിനുള്ളിൽ കയറാനും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും ഒക്കെ സമ്മതിച്ചു. ഇവള് ഫീഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇവൾ കുറച്ച് പുറകിലോട്ടായിരുന്നു. ഇവള് പാലൊന്നും കുടിക്കില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ അവരെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മോൾക്ക് വീണ്ടും സുഖമില്ലാണ്ടായി. വീട്ടിൽ വന്നതിന് ശേഷം പനിയായിട്ട് വീണ്ടും കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോഴും അവൾ NICUലായിരുന്നു. അപ്പോഴും അവിടുത്തെ സിസ്റ്റർമാർ നന്നായിട്ട് അവളെ നോക്കി. നമുക്കത് അറിയാൻ പറ്റും. നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട്. നന്നായിട്ട് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തതിലും അതിൽ ഇൻവൈറ്റ് ചെയ്തതിലുമൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ പേര് റസ്യ. എൻ്റെ സ്ഥലം കഴക്കൂട്ടമാണ്. ഞാൻ 9 വർഷമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലുമൊക്കെ ആയിരുന്നു. അവസാനം എനിക്ക് തന്നെ തോന്നി, ഇനി ഒന്നും വേണ്ട, ഒന്നും നടക്കൂല, എനിക്കൊരു അമ്മയാവാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു അത് മനസ്സോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആറ്റുകാൽ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുകയും അവിടെ ചെല്ലുകയും സാം ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് വളരെയധികം ലേറ്റ് ആവാണ്ട് തന്നെ ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയും അതിൽ ട്വിൻസ് ബേബീസ് ആണെന്ന് അറിയുകയും ചെയ്തു. പിന്നെ ഉള്ള നാളുകൾ എനിക്ക് അത് ഓരോരോ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്ധ്യ മേഡം എന്നെ ഒരു താങ്ങും തണലുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വയ്യായികയായിട്ട് ചെന്ന് കഴിഞ്ഞാലും ഒരു അമ്മയുടെ സ്നേഹം പോലെ ഒരുപാട് കരുതലോടെയും എന്നെ ട്രീറ്റ് ചെയ്തു. ഒക്ടോബർ 17 ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. ഓഗസ്റ്റ് 23 ആയപ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞ ഒരു മോനെയും കിട്ടി. വെയിറ്റ് കുറവ്, തീരെ വെയിറ്റ് കുറവ് കാരണം NIC കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആ സമയം ഒരുപാട് വിഷമിച്ച്. NICയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടുള്ള ജീവിതത്തിൽ ആദ്യത്തെ അനുഭവവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ NICയിൽ എന്നെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നു. അപ്പം ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്ന നിമിഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സമയത്തുള്ള വിഷമം. അപ്പോഴും ഡോക്ടർ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൊച്ചിക്കൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, വെയിറ്റ് തീരെ കുറവെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അത് ഒക്കെ പതുക്കെ അത് ശരിയായി വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ മാറ്റങ്ങൾ കണ്ടുവന്നു. കുഴപ്പമില്ല, ഒരു മാസം കഴിഞ്ഞേ കൈ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ 20 ദിവസം കൊണ്ട് റെഡിയായി കുഞ്ഞുങ്ങളെ കൈ തന്നു. വെയിറ്റ് കൂടി വന്നു. ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കാൻ വാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ NICയിലെ സ്റ്റാഫുകൾക്കും അത് ഡോക്ടർമാർക്കും, ഷിബിലി ഡോക്ടറിന്, ലാവണ്യ ഡോക്ടറിന്, സാം ഡോക്ടർ, സന്ധ്യ മേഡം, ഈ ആറ്റുകാൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കീഴിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും എല്ലാ രീതിയിലും കിട്ടട്ടെ എന്ന് ഞാനും എൻ്റെ കുഞ്ഞുമക്കളും എൻ്റെ കുടുംബങ്ങളും എല്ലാം പ്രാർത്ഥിക്കണം. ഹായ്, എൻ്റെ പേര് പ്രീത ഹാനുഷ്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ മോനുണ്ടായത്. അതിനു മുന്നേ 1 വർഷം സാം സാറിൻ്റെയും സന്ധ്യ മാഡത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എൻ്റെ പ്രഗ്നൻസി ഇനീഷ്യലി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിനുശേഷം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഈ സബ് കൊറോണി ഹെമറ്റോമ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ക്യൂർഡായി. പിന്നെ എൻസർക്ലാജ് ഒക്കെ ചെയ്തതിന് ശേഷം ഓക്കെ ആയിട്ട് പോവുമായിരുന്നു. ദെൻ ഒരു 24 വീക്സ് ആയപ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് കുറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ദെൻ സന്ധ്യ മാഡത്തിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം മാം എത്രയും പുഷ് ചെയ്യാമോ അത്രയും വീക്സ് പ്രഗ്നൻസി സേഫായിട്ട് പുഷ് ചെയ്തുകൊണ്ടുപോയി.
പക്ഷെ 29 വീക്സ് ആയപ്പോഴത്തേക്കും എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലെത്തി. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് 19 ഞങ്ങളുടെ മോൻ ജനിച്ചു. അപ്പോൾ ആദ്യമായിട്ട് മോനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദാറ്റ് ഐ വാസ് സീയിങ് എ പ്രിമച്വർ ബേബി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അപ്പോൾ എന്തു ആവുമെന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. അങ്ങനെ ഷിബ്ലി സാറിൻ്റെ അടുത്തും ലാവണ്യ മാം, പിന്നെ നമ്മുടെ NIC ടീം എല്ലാവരോടും കണ്ടിന്യൂസ്ലി ഞാൻ ഡൗട്ട് ചോദിക്കുമായിരുന്നു. കാരണം എന്തോന്നൊന്നും ഒരു പിടുത്തമില്ലായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും വളരെ ടെൻഷനായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം ഒരു ഒത്തൊരുമയോടുള്ള ട്രീറ്റ്മെൻറ്റോട് കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ സേഫായിട്ട് കിട്ടി. അതിന് എല്ലാവരോടും ഞങ്ങളുടെ താങ്ക്സ് പറയുകയാണ്. എസ്പെഷ്യലി സന്ധ്യ മാം, സാം സാർ, ഷിബ്ലി സാർ, ഹോൾ NIC ടീം, ലാവണ്യ മാം, പിന്നെ നമ്മുടെ ആറ്റുകാലിലുള്ള ഏകദേശം ഒരു 2 മാസത്തോളം എന്നെ നോക്കിയ എല്ലാ സിസ്റ്റർമാർക്കും, എസ്പെഷ്യലി ഷാരി ചേച്ചി, ഗീതു ചേച്ചി, പിന്നെ കുറേ പേരുടെ പേരെനിക്കറിയത്തില്ല. എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടെയുള്ള ഒരുപാട് സ്നേഹം കൊണ്ടുള്ള പരിചരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ കിട്ടിയത്. പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ NIC ടീം, എനിക്ക് തോന്നുന്നു ഞാനൊരു 250 ഡൗട്ടെങ്കിലും അവരുടെ കൂടെ ചോദിച്ചു കാണും. ട്രീറ്റ്മെൻറ്റിൽ മോൻ NICയിൽ ഇരിക്കുന്ന സമയത്ത്. പക്ഷെ ഓൾമോസ്റ്റ് അവരുടെ പേഷ്യൻസ് കൈവിടാതെ അവരെല്ലാ വട്ടവും അത് ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ മോനെ നമ്മുടെ കയ്യിൽ തന്നതിന് ശേഷം എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു തന്നു. അപ്പം അതിനെല്ലാം അവരുടെ ഒരു കോപ്പറേഷൻ ഞങ്ങളുടെ മോൻ്റെ കാര്യത്തിൽ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നാളെ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല. പിന്നെ മോന് ഒരു ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ വരാനായിട്ട് പറ്റത്തില്ല. എന്നാലും എന്താ പറയുക, എല്ലാവർക്കും ഹൃദയം കൊണ്ട് ഞങ്ങളുടെ താങ്ക്സ് എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം താങ്ക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വാക്കായിപ്പോവും. സോ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മോൻ, ആദിനാഥൻ എന്നാണ് പേര്. ഇപ്പം 10 മാസമായി. വളരെ മിടുക്കനായിട്ടിരിക്കുന്നു. എന്നാ അങ്ങോട്ട് നോക്ക്, ആവേ ഇതാ നോക്ക്. അപ്പോൾ ഇതാണ് ആള്, വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതിന് ഇദ്ദേഹത്തെ നമുക്ക് തന്നതിന് എല്ലാവർക്കും ദൈവത്തിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാവർക്കും നന്ദി പറയുകയാണ്. നാളെ ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റത്തില്ല. ഞങ്ങൾക്കൊരു ചെറിയ ജലദോഷമെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും പേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും വന്നേനെ. സോ ഓക്കെ, നാളത്തെ ഫങ്ഷൻ നന്നായിട്ട് നടക്കട്ടെ.